ഗൗതം, കേരളത്തിലെ ഒരു പ്രബല വിഭാഗമാണ് ക്രിസ്ത്യൻ സമുദായം. അതൊരു വോട്ട് ബാങ്ക് കൂടിയാണ്. വാസ്തവത്തിൽ ഈ ക്രിസ്ത്യൻ സമുദായത്തെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ആരാണ്? അത് കോൺഗ്രസ് ആണോ, അതായത് UDF ആണോ, LDF ആണോ, അതോ BJP ആണോ? ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്താണ് ഗൗതമിന് എന്താണ് തോന്നുന്നത്? കുറച്ച് കാലങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ മുഴുവൻ BJPയെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ചില ആളുകളെയൊക്കെ വിരളി പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പാലക്കാട് നടന്ന വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു സംഭവത്തെ, ഒറ്റപ്പെട്ട സംഭവത്തെ എങ്ങനെയാണ് ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളും അവരുടെ യുവജന സംഘടനകളുമൊക്കെ പൊലിപ്പിച്ച് കാണിച്ച് എന്തോ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു. DYFI ഒരു തട്ടിപ്പ് സംഘടനയാണെന്നുള്ള വിമർശനങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ BJPക്കെതിരെ അവിടെ കരോൾ ഗാനം ആലപിച്ചുകൊണ്ടൊക്കെയാണ് ഈ DYFI പ്രതിഷേധം തീർത്തത് പാലക്കാട്. എന്നാൽ DYFI മറക്കാനിടയുള്ള, എന്നാൽ പൊതുജനം മറന്നിട്ടില്ലാത്ത ഒരു സംഭവം 2018 ഡിസംബർ 23 സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അത് എല്ലാവർക്കും അറിയാം. അതെ, കോട്ടയത്ത് നടന്ന സംഭവമല്ലേ? പത്താമുട്ടത്തെ സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച്. ആ ചർച്ചില് കരോൾ ഗാനവുമായിട്ട് വരികയായിരുന്ന ഒരു 45 സംഘം ആളുകളെ, 45 പേരടങ്ങുന്ന സംഘം. അതെ, ഞാൻ ഓർക്കുന്നുണ്ട് ആ സംഭവം. ആ ആളുകളെ ഏത് രീതിയിലാണ് ഈ DYFIയുടെ ഏകദേശം 10ഓളം ആളുകൾ ആക്രമിച്ചത്? ഇവർ കൂടുതലും ഒരു ദളിത് കുടുംബമായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പ്രായമായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു സംഘം ആ രാത്രിയിൽ ആഘോഷപൂർവ്വം കരോൾ ഗാനവുമായിട്ട് ക്രിസ്മസ് സന്ദേശത്തെ മുഖരിതമാക്കി കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തെ കാലുഷിതമായിട്ട്, അല്ലെങ്കിൽ വളരെ അക്രമാസക്തമായിട്ടാണ് DYFI നേരിട്ടത്. ഈ അറസ്റ്റ് വരിച്ച, അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവരെല്ലാവരും DYFI ആളുകളായിരുന്നു എന്ന് പോലീസ് തന്നെ വിലയിരുത്തിയതാണ്. വലിയൊരു സംഭവമായിരുന്നു ഈ പത്താമുട്ടത്തെ, കോട്ടയത്തെ സംഭവം. അവരെ പൂട്ടിയിടുകയൊക്കെ ഈ കരോൾ സംഘത്തെ പൂട്ടിയിട്ടു. കൂടാതെ ഈ ചർച്ചിൽ പോയിട്ട് അന്ന് രാത്രി ഈ വരുന്ന ഭക്തർക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങളിൽ മണ്ണ് വാരിയിട്ടു. ഈ ഭക്ഷണങ്ങൾ മുഴുവൻ തകർത്തു. ക്രിസ്മസ് സ്റ്റാർ അടിച്ചു തകർത്തു. ഇങ്ങനെയുള്ള വലിയൊരു സംഭവമായിരുന്നു അത്. ഉമ്മൻചാണ്ടി അടക്കം ഇതിലിടപെട്ട് ഈ ആക്രമിക്കപ്പെട്ട ആളുകളെ കാണാനെത്തുകയും നാഷണൽ കമ്മീഷൻ അതെ, ന്യൂനപക്ഷ കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, അവര് പോലും ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഈ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഇപ്പൊ ഈ കാണിക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്നേഹമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ഈ DYFIയുടെ ഈ രൂക്ഷമായ ആക്രമണം ഉണ്ടാവുകയും അന്ന് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് 2018. പക്ഷേ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് BJP അന്ന് കേന്ദ്രത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗങ്ങൾ ഇവിടെ വരികയും ഇത് പരിശോധിക്കുകയൊക്കെ ചെയ്യും. ഇതിനുശേഷം ഈ സംഭവത്തിന് ഇരയായപ്പെട്ട ആളുകൾ ഏകദേശം 10 ദിവസം പിന്നീട് ഈ ചർച്ചിലാണ് താമസിച്ചത്. അവരെ അനുഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അവർ 10 ദിവസത്തോളം ഈ ചർച്ചിൽ താമസിക്കും. കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പേടി. ഇവര് ആക്രമിക്കുവോ, ഈ DYFI ആളുകൾ ആക്രമിക്കുമോ എന്നുള്ള ഭയം കാരണം അവർ ചർച്ചിലാണ് തങ്ങിയത്. അപ്പോ ഇപ്പൊ ഇവർ ഈ കാണിക്കുന്ന ഈ സ്നേഹം പാലക്കാട് നടത്തി തട്ടിപ്പ് സംഘടനയാണ് DYFI. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു തട്ടിപ്പ് സംഘടനയാണ് DYFI എന്ന വിമർശനം നേരത്തെ വന്നതാണ്. അത് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫ് വിഷയം, മുനമ്പം അറിയാമല്ലോ. മുനമ്പത്ത് സത്യത്തിൽ ആ മുനമ്പം നിവാസികളുടെ അവരുടെ വേദന, അവരുടെ കണ്ണുനീര് കാണാൻ ആരുമില്ല. അവിടെ കുറച്ച് BJPക്കാർ അതിന് പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ട്, ഹിന്ദു സംഘടനകളും പിന്തുണ കൊടുക്കുന്നുണ്ട്. കാരണം വിഷയം വഖഫ് ആയതുകൊണ്ടൊക്കെയാണ്. കോൺഗ്രസ് അവരെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം അവരുടെ ആവശ്യം, അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിന് കരമടയ്ക്കാൻ പറ്റുന്നില്ല, ഭൂമിക്ക് ഇപ്പം കരമടയ്ക്കൽ തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കേസ് കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കരമടയ്ക്കാനുള്ള അനുവാദം തരണം, അത് അംഗീകരിക്കണം. ഇപ്പോൾ അത് ഞാൻ അറിഞ്ഞത് മന്ത്രിസഭ അക്കാര്യത്തിലൊരു ഇവരോട് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കരം സ്വീകരിക്കണം,
അതിൻ്റെ മറ്റ് ബാധ്യതകൾ എന്തെങ്കിലും വന്നാൽ ഭാവിയിൽ സർക്കാർ അതിന് സമാധാനം ഉണ്ടാക്കാം എന്ന രീതിയിൽ ഇവർ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. അപ്പം അത് തന്നെ വാസ്തവത്തിൽ ഈ BJP ഇതിൽ ഇടപെടുകയും ഈ മുനമ്പം വിഷയം കൊണ്ട് BJP കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്ത്യൻ സമുദായം വേട്ടയാടപ്പെടുന്നു എന്നൊരു ഒരു സന്ദേശം അവർ കൃത്യമായിട്ട് അവർ വർക്കൗട്ട് ചെയ്യുകയും അവരുടെ പാർട്ടി പരിപാടികളിലൂടെ അത് എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു മുന്നണികൾക്കും പ്രധാനപ്പെട്ടിട്ടും CPM-നും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഇസ്ലാമിസ്റ്റുകളെ ഒന്ന് തുമ്മിയാൽ പേടിച്ചു പോകും. ഈ പേടി കാരണം ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്ക് അവരുടെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ അവർക്ക് മുമ്പിലുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് BJP മാത്രമാണ്. ശരിയാണ്, ഗൗതം പറഞ്ഞതിനകത്തൊരു ന്യായമുണ്ട്. അതിൽ നമ്മുടെ സ്വതന്ത്ര ചിന്തകരായ രവീന്ദ്രൻ സാറിനെ പോലുള്ളവരൊക്കെ പറയുന്ന ഈ മതം തൂക്കി നോക്കുമ്പോൾ കൈ ഉറയ്ക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ. ഇവിടെ അതാണ്, ഇവിടെ മുസ്ലിം സമുദായത്തെ പ്രീതിപ്പെടുത്താൻ ഇവർ മത്സരിക്കുകയാണ്, പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റുകളെ മത്സരിക്കുകയാണ്. അപ്പോൾ ആ മത്സരം വാസ്തവത്തിൽ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ സമുദായത്തെയും ഹിന്ദുക്കളെയും ഒക്കെ അവർ അവഗണിക്കുന്നുണ്ട്. അതിൽ ഈ രണ്ട് മുന്നണികൾക്കും വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് CPM നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. CPM-ന് വലിയ തോതിൽ അവരുടെ വോട്ട് ബാങ്ക്, ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് വലിയ വിള്ളലുണ്ടായി, വലിയ തകർച്ചയുണ്ടായി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ചില ഗിമ്മിക്കുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് വിചാരിച്ചതുപോലെ വിജയിക്കുന്നില്ല. പറഞ്ഞത് മാറ്റി പറഞ്ഞും തിരുത്തി പറഞ്ഞും പറഞ്ഞത് വിഴുങ്ങിയും ഒക്കെയാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ആ പാലക്കാട് ഇഷ്യൂ. അവിടെ രണ്ട് സംഭവങ്ങൾ നടന്നു. ഒന്ന് നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ അത് കരോൾ ഗാനം പാടിയതിനെ ചോദ്യം ചെയ്ത് ചിലർ വരികയും അത് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരാണെന്ന് അത് അവർക്കെതിരെ കേസൊക്കെ എടുത്തു. അപ്പോൾ കുറച്ചപ്പുറത്ത് തത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുൽക്കൂട് തകർക്കുകയും ഒക്കെ സംഭവം. പിന്നീട് അവിടെ അവര് പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്, ഇതുവരെ കിട്ടിയില്ലല്ലോ. ഈ പാലക്കാട് കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് പാലക്കാട് മാത്രം ഇങ്ങനെയുള്ള സംഭവം? അത് K. സുരേന്ദ്രൻ അതിൽ ഗൂഢാലോചന ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇപ്പൊ കൃത്യമായിട്ടും ഒരു കാര്യം ഇടതുപക്ഷത്തിന് മനസ്സിലായി, കോൺഗ്രസ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഇനി കോൺഗ്രസിന് പഴയതുപോലെ കിട്ടില്ല. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണല്ലോ സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂർ. അവിടെ ക്രിസ്ത്യൻ വോട്ടും ഒരു പരിധി വരെ സഹായിച്ചു. അതുകൊണ്ടാണ് ഈ 77,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചത്. അതും ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു സാമൂഹിക അന്തരീക്ഷം, ഒരു സാഹചര്യം CPM ഭംഗിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണത് വിദ്യയാക്കി കിട്ടുന്ന അവസരം മുതലെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ പ്രേമമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. BJP വളരെ കാലമായിട്ട് ക്രിസ്ത്യൻ വോട്ടിന് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോഴത് കിട്ടുന്നുണ്ട്. നേരത്തെ 2004 PC തോമസ് ജയിച്ച കഥയൊക്കെ അറിയാമല്ലോ, മൂവാറ്റുപുഴയിൽ. അത് പക്ഷേ NDA സ്ഥാനാർത്ഥിയായിട്ടാണ്, BJP സ്ഥാനാർത്ഥിയായിട്ടല്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. BJP വോട്ടും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടും എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് ജയിച്ചത്. നമ്മൾ ഈ ലോകത്ത് തന്നെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ ഒരു സമൂഹം വലിയ രീതിയിലുള്ളൊരു ഭീഷണി, തീവ്രവാദികളുടെ ഒരു ഭീഷണി നേരിടുന്നുണ്ട്. അത് പല പള്ളികളും തകർന്ന് വീഴുന്നതും, പിന്നെ ഇന്ന് പള്ളികൾ പിടിച്ചെടുക്കുന്നു. അതെ, 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലെ ഒരു ക്രിസ്ത്യൻ മാർക്കറ്റിൽ ഒരുത്തം വന്ന് കാറ് കയറ്റുകയും ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ 2 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചു. അതെ, അയാളൊരു സൗദി അറേബ്യയിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരു എക്സ് മുസ്ലിം ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ അതിന് വേറെ കുറെ വാദങ്ങൾ വരുന്നുണ്ട്. അയാളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നടത്തുന്ന ഒരു വിദ്യയാണ് ഏത്തിസ്റ്റ് തട്ടിപ്പ് നടത്തുക. അത് ഇസ്ലാമിൽ തന്നെയുള്ളൊരു തക്കിയാമോ അങ്ങനെ എന്തോ ഒരു അൽ തക്കിയ എന്ന് പറഞ്ഞൊരു രീതിയാണ്. അത് പിന്തുടരുന്ന ഒരാളാണെന്നൊക്കെയുള്ള വാദം വന്നു. എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. അപ്പോഴൊന്നും ഈ CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്നേഹം കാണിച്ചോ? എന്തെങ്കിലും രീതിയിൽ അപലപിക്കണമെന്നോ അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തണം? അതിന് കാരണമുണ്ട്. എന്താ രാഷ്ട്രീയമാണ്. അതിലപ്പുറത്ത് പ്രതി ആരാണെന്ന് നോക്കിയാൽ മതി. അതുകൊണ്ടാണ്. അപ്പോൾ മതം തൂക്കി നോക്കുമ്പോൾ കൈവറയ്ക്കുന്നു. ഇതാണ് വിഷയം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പാലക്കാട് സംഭവത്തെ മുതലെടുത്തുകൊണ്ട് ഞങ്ങളാണ് ക്രിസ്ത്യൻ സംരക്ഷകർ എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ് CPM ചെയ്യുന്നത്. ഇത് വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണെന്ന് വ്യക്തമാണ്. എന്തായാലും BJPയും ക്രിസ്ത്യൻ സംരക്ഷണം ഞങ്ങളുടെ അജണ്ടയിലുണ്ട് എന്നും പറഞ്ഞ് BJPയും രംഗത്തുണ്ട്.
അവർ അതിന് ഈ CPM-നെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും വേണ്ടുന്ന വകുപ്പുകൾ അവരും ചെയ്യുന്നുണ്ട്. എന്തായാലും പൊതുവേ രാഷ്ട്രീയം വളരെ എന്താ പറയുക, ഇങ്ങനെ ഈ തരത്തിൽ പക്ഷപാതപരമായിട്ട് ഒരു പ്രീണന തന്ത്രം പൊതുവെ ഒരു വിഭാഗം ഒരു പ്രത്യേക മതവിഭാഗത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിനെതിരായ വിഭാഗത്തെ കയ്യിലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഇങ്ങനെ നമ്മുടെ എന്താ പറയുക രാഷ്ട്രീയം വല്ലാണ്ട് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇതൊരു നല്ല സൂചനയല്ല. മൊത്തത്തിൽ തട്ടിപ്പാണ്. മൊത്തത്തിൽ ഇതൊരു തട്ടിപ്പായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്തായാലും കുറെ കൂടെ ഗൗരവമായിട്ട്, കുറെ കൂടെ എന്താ പറയുക ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരട്ടെ. അതിന് പകരം ഇത്തരം ഗിമ്മിക്കുകൾ മാറ്റിവെച്ച് അത് കളിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. എല്ലാ കാലത്തും ഒന്നും അത് വിജയിക്കാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികൾ തിരിച്ചറിയുക അതെ ആരാണ് അവരുടെ കൂടെ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒരു സാഹചര്യത്തിൽ അത് BJP തന്നെയാണ്. ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം വലിയ രീതിയിൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, വെള്ളാപ്പള്ളി നടേശനൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. നായാടി മുതൽ നസ്രാണി വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെയുള്ള പരസ്പരം പോർവിളികളും തർക്കങ്ങളും ഒക്കെ പരിധി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയൊന്നും സംഭവിക്കാതെ മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും പോകാതിരിക്കട്ടെ.